അല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാത്തതായ ഒരുപാട് ദിക്റുകൾ പുതുതായി കൊണ്ടുവന്നിട്ട് അതല്ലെങ്കിൽ പഠിപ്പിച്ച ദിക്റുകൾ തന്നെ അത് പ്രത്യേക എണ്ണവും വണ്ണവും പ്രത്യേക സമയമൊക്കെ നിശ്ചയിച്ചിട്ട് ആളുകൾ ദിക്റിന് വേണ്ടി കൂടിയിരിക്കുന്നുണ്ടെങ്കിൽ അത് ബിദഅത്താണ്. ഈ റാത്തീബുകളിലൊക്കെ അതാണ് സംഭവിക്കുന്നത്. ഈ റാത്തീബ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും ഓർമ്മ വരാറുള്ള ഒരു സുഹൃത്ത് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന സമസ്തയുടെ ഷിർക്ക് ബിദഅത്തുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സൗദി അറേബ്യയിലേക്ക് എത്തി. അവിടെ ഒരു ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടി ഒരു മാസം കഴിഞ്ഞപ്പോൾ അയാളുടെ കഫീൽ വന്നിട്ട് പറഞ്ഞു ബുക്ര റാത്തീബ് എന്നാണ്. അപ്പോൾ ഇയാളെ ജോലിക്ക് കൊണ്ടുവന്നൊരു വേറൊരു വ്യക്തി ഉണ്ടായിരുന്നു. അയാളുടെ അടുക്കൽ വന്നിട്ട് ഇയാൾ ഭയങ്കര ചൂടായി. ഞാൻ നാട്ടിൽ ഈ ഷിർക്കും ബിദഅത്തും റാത്തീബൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവിടെ വന്നത്, തൗഹീദ് അനുസരിച്ച് ജീവിക്കാൻ, സുന്നത്ത് അനുസരിച്ച് ജീവിക്കാൻ. ഇവിടെ എത്തിയപ്പോൾ ഇവിടെയും റാത്തീബാണോ എന്ന് പറഞ്ഞിട്ട് ആൾ ഭയങ്കര ചൂടുണ്ട്. അപ്പോൾ മറ്റേ ആൾ പറഞ്ഞു കൊടുത്തു, അവിടെ ഉദ്ദേശിച്ച റാത്തീബ് എന്ന് പറയുന്നത് സാലറിക്കാണ്, സാലറിക്ക് റാത്തീബ് എന്ന് പറയാറുണ്ട്. പക്ഷേ ഈ സാധു വിചാരിച്ചു ആ റാത്തീബ് എന്ന് പറയുന്നത് നാട്ടിലത്തെ റാത്തീബാണെന്നാണ്. അപ്പോൾ നാട്ടിലത്തെ റാത്തീബ് അത് ബിദഅത്താണ്, പാടില്ല. ഗൾഫിലത്തെ റാത്തീബ് സാലറി അനുവദനീയമാണ്.